Hey everyone, welcome to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രൈഡൽ ബൊക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്, ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 20 വൈറ്റ് റോസും പിന്നെ അരക്കെട്ട് ജിപ്സം ഫ്ലവറുമാണ്. അത് വെച്ചിട്ടാണ് എടുക്കുന്നത്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാം. ഫ്ലവേഴ്സൊക്കെ ബൊക്കറ്റിൻ്റെ വോളിയത്തിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഈ ബൊക്കെ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് തന്നെ ഫ്ലവേഴ്സിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി. അതിങ്ങനെ റിബൺ കൊണ്ട് റോൾ ചെയ്തെടുക്കുമ്പോൾ അത് ഭംഗി ഉണ്ടാവില്ലല്ലോ എന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ എല്ലാ റോസും ലീഫൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ റോസിൻ്റെ ലീഫും അതിൻ്റെ സൈഡിലുള്ള ആ കൊമ്പും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിങ്ങനെ ഓരോ ഫ്ലവേഴ്സായിട്ട് എടുത്തിട്ട് അതിൻ്റെ ചുറ്റും ജിപ്സം ഫ്ലവർ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ ഫ്ലവറും എടുക്കണം, എല്ലാ റോസും അങ്ങനെ ചുറ്റിയെടുക്കാം. എല്ലാ റോസും ജിപ്സം ഫ്ലവർ വെച്ചങ്ങാണ്ട് സെറ്റാക്കി എടുത്തതിന് ശേഷം അതൊരു ബൊക്കയുടെ ഷേപ്പിൽ ഇൻസുലേഷൻ ടാപ്പ് വെച്ചങ്ങാണ്ട് സെറ്റാക്കി എടുക്കുക തന്നെയാണ് കേട്ടോ ചെയ്തത്. ഇങ്ങനെ ഒരു 6 ഫ്ലവർ വെച്ചിട്ട് 5 ഫ്ലവർ ചുറ്റും നടുക്കൊന്നും വെച്ചങ്ങാണ്ട് ഇങ്ങനെ ഒരു ബൊക്കയുടെ ഷേപ്പിലാക്കിച്ച്, പിന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സും അതിൻ്റെ കൂടെ തന്നെ ആ റൗണ്ടിൽ ആ ഒരു ബോൾ മാറി ആ ഒരു ബോളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കണം. അത് ആ ഒരു രീതിക്ക് അതിങ്ങനെ വെച്ചങ്ങാണ്ട് നമുക്ക് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കാം. നന്നായിട്ട് സെക്യൂർ ചെയ്യാൻ നോക്കണില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൈ പിടിക്കുമ്പോൾ ഫ്ലവേഴ്സ് ചാടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് സെക്യൂർ ചെയ്യാൻ നന്നായിട്ട് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഞാൻ ഈ ഒരു ലെവലിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ചും കൂടെയൊക്കെ ഇങ്ങനെ ഒരു വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെയൊക്കെ ജിപ്സം ഫ്ലവേഴ്സ് ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതുപോലെ മൊത്തമായിട്ട് ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് തന്നെ കേട്ടോ ചുറ്റി കൊടുക്കുന്നത്. അതൊന്നും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേഷൻ ടാപ്പ് വെച്ച് കൊണ്ട് ചുറ്റി കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് വേണ്ട ലെങ്ത്തിൽ ഞാൻ അത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വേണ്ടാത്ത ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് റിബൺ വെച്ചിട്ട് ഞാനത് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കുകയാണ്. അങ്ങനെ റാപ്പ് ചെയ്തെടുത്തിട്ട് ഇതാണ് ബൊക്കയുടെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കൊക്കെ?